നിർണായകമായ വിവരം പുറത്തു വരുന്നു. ടോബി ജോൺസൺ നമ്മോടൊപ്പമുണ്ട്. 6 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ PC ജോർജിനെ വിട്ടിരിക്കുന്നുവെന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നു. ടോബി, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ഈ കേസ് ഇപ്പോൾ അല്പസമയം മുമ്പ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തു. അതായത് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല, മുൻപ് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ജാമ്യം കെട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിരുന്നു. ആ കസ്റ്റഡിയിൽ 6 മണി വരെയുള്ള ഒരു സമയം കസ്റ്റഡിയിൽ കൊടുക്കാനാണ്. ഇന്ന് 6 മണി വരെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു തീരുമാനമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജാമ്യാപേക്ഷയിലുള്ള വിധിയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കോടതി. കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എല്ലാ തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് കസ്റ്റഡി? PC ജോർജിന്റെ പ്രായം പരിഗണിക്കണം, ആരോഗ്യം പരിഗണിക്കണം, അതൊന്നും ഒക്കെ കോടതി തള്ളി. 6 മണി വരെ 2 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു. പക്ഷേ ഇന്ന് 6 മണിക്കൂർ, മണിക്കൂറുകൾ മാത്രം അല്ലേ? അതെ, മണിക്കൂറുകൾ മാത്രമാണ്. കാരണം നേരത്തെ ഈ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും പരിഗണിച്ചിരുന്നു. അന്ന് തന്നെ കൂടുതൽ തെളിവുകളൊക്കെ കോടതിക്ക് മുമ്പാകെ വന്നതാണ്. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിഭാഗം പറഞ്ഞത്. എന്തായാലും 6 മണി വരെയുള്ള ഒരു സമയമാണ്, വളരെ നിർണായകമാണ്. 6 മണി വരെയുള്ള ഒരു സമയം, 2 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 6 മണി വരെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് PC ജോർജിനോട് നേരിട്ട് കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് PC വിശദീകരിച്ചത്. എന്തായാലും ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതാണ് സ്മിത നിർണായകമായ. ശ്രീജിത്ത് ശ്രീകുമാരനും ടോബി ജോൺസണുമാണ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ വാർത്തയാണ് വരുന്നത്. PC ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് കസ്റ്റഡി. ആദ്യം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ PC ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടു എന്ന വാർത്തയാണ് വരുന്നത്. തീർച്ചയായിട്ടും PC ജോർജിന് ഇത് വലിയൊരു തിരിച്ചടിയാകുന്നു. ആരോഗ്യ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കസ്റ്റഡി അപേക്ഷ നിരസിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നടന്നില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കസ്റ്റഡിയിൽ ലഭിക്കുക. ഇതോടൊപ്പം തന്നെ ഈ ജാമ്യാപേക്ഷയും കോടതി അതിനകം പരിഗണിക്കുകയും ചെയ്യും. 6 മണിവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കൂടുതൽ തെളിവുകൾ നൽകേണ്ട ആവശ്യമില്ല, കസ്റ്റഡിയുടെ ആവശ്യമില്ല, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പ്രതിഭാഗം വക്കീലിന്റെ ആ ഒരു വാദം അത് തള്ളിയിരിക്കുന്നു കോടതി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനും ടോബി ജോൺസണും നമുക്കൊപ്പം ഈ നിമിഷത്തിലെ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഈ കസ്റ്റഡി അപേക്ഷ അതിലിപ്പോൾ 6 മണി വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. പോലീസിന്റെ അടുത്ത നടപടി എന്താകും? സ്മിത, 6 മണിവരെ കസ്റ്റഡി. അത് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് കസ്റ്റഡിയെ ആവശ്യമില്ല, എല്ലാവിധ തെളിവുകളും തങ്ങൾ എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കസ്റ്റഡി ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷേ അതൊരു തിരിച്ചടി എന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ 2 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ചോദിച്ചത്. പക്ഷേ കോടതി അനുവദിച്ചത് വെറും മണിക്കൂറുകൾ മാത്രമാണ്. പക്ഷേ PC ജോർജ് ഈ മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ അത് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും PC ജോർജിനെതിരെ കേസെടുത്തിരുന്നു. സ്വാഭാവികമായി പോലീസിന്റെ ചോദ്യമുനകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ പോലീസിന് മുൻപിൽ PC ജോർജ് തെളിവുകൾ അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് PC ജോർജിന് വന്നിരിക്കുന്നു. അതിനുശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ടോബി ജോൺസൺ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് നടന്ന കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നൽകും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് വന്ന് കീഴടങ്ങുക എന്ന PC ജോർജിന്റെ തന്ത്രം ഒരു പരിധി വരെ വിജയിച്ചു. അദ്ദേഹം നേരിട്ട് വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡി 2 ദിവസത്തെ കസ്റ്റഡി തങ്ങൾക്ക് ആവശ്യമുണ്ട്, നിരവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്ന് അറിയിച്ചത്. അപ്പോഴാണ് കോടതി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വാദങ്ങൾ പ്രതിഭാഗം ഉയർത്തിയിട്ടും ഇനി 4 മണിക്കൂർ 6 മണി വരെ, ഏതാണ്ട് 2 മണി മുതൽ 6 മണി വരെ 4 മണിക്കൂറാണെങ്കിൽ 4 മണിക്കൂർ PC ജോർജിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ, തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ടോബി ജോൺസണിൽ നിന്ന് നമുക്ക് നൽകാം. ടോബി ജോൺസണിലൂടെ നമുക്ക് നൽകാവുന്നതാണ് സ്മിത.